ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ മിക്ക വീഡിയോസും ഇപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യൽ. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു ചായ കുടിക്കാൻ നോക്കിയിരുന്നു. അപ്പോൾ പാൽപ്പൊടി കഴിഞ്ഞ് അപ്പോൾ അത് റീഫില്ല് ചെയ്യണേ. അപ്പോൾ സ്ട്രോങ് ആയിട്ടൊരു ചായ കുടിച്ചിട്ട് ബാക്കി പണിയിലേക്കൊക്കെ പോയാൽ മതിയെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാണ് രാവിലെ തന്നെ നല്ലത്. ഈ തിരക്കിട്ട പണിയിലേക്ക് ആദ്യം തന്നെ പോണേക്കാളും. അപ്പോൾ ഞാനാണെങ്കിൽ വീട്ടിലിരിക്കാത്ത ഒരാളാണ്. അപ്പോൾ ഇന്ന് ലീവ് എടുത്തിരിക്കുകയാണ്. ഞങ്ങളെ സ്കൂൾ ഗ്രൂപ്പിൻ്റെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചായ കുടിക്കുന്ന ടൈമിൽ കുറച്ച് സമയം ഇങ്ങനെ സമാധാനമായിട്ട് ഇരിക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് അന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ നോട്ട് ചെയ്യാനും കൂടി പറ്റുകയാണെങ്കിൽ നമുക്കത് മറക്കാതെ വിട്ടു പോവാതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും കേട്ടോ. ഞാൻ വീട്ടിലിരിക്കാത്ത ഒരാളായ കാരണം ജോലിക്ക് പോണ ആളാണ്. അപ്പോൾ എനിക്ക് രാവിലെ തന്നെ ഇങ്ങനെ വീടിൻ്റെ മുറ്റോ ആ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ജോലിക്ക് പോകണ മിക്ക ആൾക്കാരും ചെയ്യണ ഒരു കാര്യമാണ് എല്ലാ ഒഴിവ് സമയത്ത് ചെയ്യുക. ഒഴിവുള്ള ലീവ് കിട്ടുന്ന ടൈമിൽ എല്ലാം കൂടി ചെയ്യുക. പ്രത്യേകിച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുക വെച്ചിട്ട് നമ്മൾ മാറ്റി വെക്കും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊന്ന് എൻജോയ് ചെയ്യാനോ മക്കളെ കൂടെ സ്പെൻഡ് ചെയ്യാനൊന്നും തീരെ ടൈം കിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ആഴ്ചയിൽ തന്നെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് ദിവസങ്ങളിൽ തന്നെ ഓരോ ഭാഗം ക്ലീൻ ചെയ്ത് വെക്കുകയാണ് നല്ലത്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ പണിയിലേക്ക് കടന്ന്. അപ്പോൾ ഇന്ന് അങ്ങനെ ഓർഡറിലൊന്നുമല്ല കേട്ടോ ചെയ്യണത്, കാരണം ലീവുള്ള ദിവസമാണല്ലോ. അപ്പോൾ മീൻ നന്നാക്കലൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അതങ്ങോട്ട് കഴിച്ച് വെക്കാമെന്ന് കരുതി. ജോലിക്ക് പോകുമ്പോഴൊക്കെ രാവിലെ ഓർഡറിൽ തന്നെ കേട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യുക. കോരമീനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ അത് ഫ്രൈ ചെയ്ത കാരണം ചായക്ക് കപ്പൻ ചമ്മന്തി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ അതും കൂടി ചേർത്ത് കഴിക്കാൻ പറ്റി. കപ്പ അത്ര ക്രൈസൊന്നുമില്ല കേട്ടോ എനിക്ക്. എന്നാൽ ഈ മീൻ ഫ്രൈയും ചമ്മന്തിയും കപ്പയും കൂടി ചേർത്ത് കഴിച്ചപ്പോൾ എൻ്റെ പൊന്നും ഒരു രക്ഷയില്ല. കപ്പക്ക് ഇത്ര ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് കേട്ടോ അറിഞ്ഞത്. നല്ല ടേസ്റ്റായിരുന്നു. ആസ്വദിച്ചിരുന്ന് കഴിച്ചിട്ട് ടൈം പോയതും കൂടി അറിഞ്ഞില്ല കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി മീറ്റപ്പിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രണ്ട്സുകളൊക്കെ കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. ഇന്ന് ഞാൻ ഓൺലൈനിൽ നിന്ന് 2 പ്രൊഡക്റ്റ് വാങ്ങിയിട്ടാണ്. അപ്പോൾ അത് നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ഒന്ന് നിവ്യയുടെ ഒരു റോളറാണ്, അത് മോൾക്കാണ് കേട്ടോ വാങ്ങിയത്. ഞാൻ കാർമസിയുടെ ഒരു റോളർ വാങ്ങി. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അണ്ടർ ആംസിലൊക്കെ സ്പ്രേ അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു അലർജി പോലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ റോളറിലേക്ക് മാറാമെന്ന് വിചാരിച്ച്. മക്കളൊക്കെ ഇത് ഉപയോഗിച്ചിട്ട് നല്ല അഭിപ്രായമാണ് കേട്ടോ പറയണത്. പിന്നെ കാർമസിയുടെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇങ്ങനെയുള്ള സ്മെല്ലൊന്നും ഇഷ്ടാവില്ല. ഇങ്ങനെ നല്ല മൈൽഡായിട്ടുള്ള സ്മെല്ലിനോടൊക്കെ ഉണ്ട് എനിക്ക് കൂടുതൽ താല്പര്യം. പിന്നെ കെമിക്കലൊക്കെ ഇതിൽ വളരെ കുറവാണെന്നാണ് പറയണത്. ഞാൻ 2 ദിവസം ഉപയോഗിച്ച് നോക്കി. അപ്പോൾ എനിക്ക് ഈ അത്തറും സ്പ്രേ ഒക്കെ ഉപയോഗിക്കുമ്പോൾ കുരുക്കൾ പോലെ വരും. അപ്പോൾ അതിൻ്റെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ചായക്കുടിയൊക്കെ കഴിഞ്ഞ് ഗെറ്റ് ടുഗദറിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. അപ്പോൾ കുറച്ച് ഫോട്ടോസ് മോളെ കൊണ്ട് എടുപ്പിച്ചതാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. എനിക്കൊരു ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടാണ്. പിന്നെ കേക്കൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാൻ, സൂപ്പർ കേക്കായിരുന്നു. പിന്നെ പഴയ ഓർമ്മക്ക് നമ്മൾ പണ്ട് കഴിച്ചിരുന്ന മിഠായികളും ഒക്കെ ഉണ്ടായിരുന്നു, പുളിങ്ങച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് എല്ലാവരുമായിട്ട് സംസാരിച്ച് മനസ്സിന് ഭയങ്കര ഹാപ്പിയായി. കുറച്ച് ഗെയിമുകളൊക്കെ ഉണ്ടായിരുന്നു ഫണ്ണി ആയിട്ട്. അപ്പോൾ ചിരിച്ച് ഒരു വഴിക്കായി. അവിടുന്ന് പോരാൻ തന്നെ തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിൽ തിരിച്ചെത്തി മക്കളെയും കൂട്ടി പുറത്ത് പോയി. വൈകിട്ടത്തെ ഫുഡ് പുറത്തുനിന്നാക്കി. ഞാൻ പോകുമ്പോൾ അവരെ കൊണ്ടുപോയിണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.